Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ്കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് വരുന്ന ആഴ്ചയിൽ നോക്കാൻ പറ്റിയ 2-3 സ്റ്റോക്കുകൾ നമ്മൾ ചാർട്ടിൽ പോയിട്ട് അനലൈസ് ചെയ്യാം. കൂടാതെ നിഫ്റ്റി സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടുകൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോവാം. നിഫ്റ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച 29 പോയിൻറ്റിൻ്റെ ഒരു ഡൗൺ ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് തന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നിഫ്റ്റി ഒരു ബ്രേക്ക് ഔട്ട് കിട്ടും എന്നുള്ളത്. ഇപ്പോൾ കണ്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു ഇതിൽ ഒരു വലിയൊരു ഫോള് കാണുന്നില്ല. പക്ഷേ ഈ രീതിയിൽ സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം മറച്ചു വെച്ചതാണ്, ഇതേപോലെ മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ഒരു റേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അടുത്ത ആഴ്ച എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. നമുക്കൊരു വീക്ക്ലി ക്യാൻഡിൽ നോക്കിയാലും റെഡ് ക്യാൻഡിലാണ്, പക്ഷേ റെഡ് ക്യാൻഡിലാണെങ്കിലും അത് റേഞ്ചിൻ്റെ താഴെ ആണ് സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ലെവൽ വരെ പോയതാണ് 24,280 വരെ പോയതാണ്. പിന്നെ അവിടെ നിന്ന് ചെറുതായിട്ടൊരു മൂവ്മെൻറ്റ് മേലോട്ട് കയറി. നമുക്കെന്തായാലും നെക്സ്റ്റ് വീക്ക് ഒരു ഗ്രീൻ ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ നമുക്ക് മിക്കവാറും ഈ റേഞ്ചിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സസ്റ്റെയിൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിഫ്റ്റി മേലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. എനിക്ക് തോന്നിയിട്ട് കണ്ടിട്ട് നിഫ്റ്റി മേലോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ സ്മോൾ ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നാൾ ആ റേഞ്ച് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നല്ലൊരു സെല്ലിങ് സ്മോൾ ക്യാപ്പിൽ വന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു റീടെസ്റ്റ് എന്ന് പറയാം. ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി. ഏകദേശം ചെറിയ ചെറിയ ക്യാൻഡിൽസ് ഫോമായിട്ട് താഴത്തോട്ട് വന്നെങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ഒരു റീടെസ്റ്റ് റേഞ്ചാന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടുന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. കൂടാതെ ഇപ്പോൾ കഴിഞ്ഞൊരു റെഡ് ക്യാൻഡിലാണെങ്കിലും വോളിയൊക്കെ വളരെ കുറവായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. അപ്പോൾ നമുക്ക് സ്മോൾ ക്യാപ്പ് ആണെങ്കിലും ചിലപ്പോൾ ഇതിന് ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ഔട്ട് നടന്നു. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസം ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഒരു മൂവ്മെൻറ്റ് സ്മോൾ ക്യാപ്പിലൊക്കെ കിട്ടുക. സ്മോൾ ക്യാപ്പ് എല്ലാ സ്റ്റോക്കുകളാണെങ്കിലും അങ്ങനെ ആയിരിക്കും മൂവ് ചെയ്യുക. ബ്രേക്ക് ഔട്ട് നടന്നതും വലിയ ക്യാൻഡിൽസ് അങ്ങനെ ഫോം ചെയ്യാറില്ല. ചെറിയൊരു കൺസൾട്ടേഷൻ നടന്നിട്ട് ആ റേഞ്ചൊക്കെ സസ്റ്റെയിൻ ചെയ്തിട്ടായിരിക്കും ഫ്രഷ് ആയിട്ടുള്ള ഒരു ബൈയിങ് സ്റ്റോക്കുകളാണെങ്കിലും ഇൻഡെക്സുകളാണെങ്കിലും വരിക. അപ്പോൾ നമുക്ക് ഒരു 2-3 സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. നമ്മളൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മളിതിൻ്റെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ആദ്യം തന്നെ സ്റ്റോക്കിലോട്ട് പോകാം. ആദ്യത്തെ സ്റ്റോക്ക് മൊണാർച്ച് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഒരു 390 രൂപയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 390-60. കഴിഞ്ഞ ദിവസം ഒരു 3% അടുത്ത് ഒരു ക്ലോസിങ് കിട്ടി. ഒരു സ്റ്റോക്കിൻ്റെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ചാണ്. അതായത് ഇവിടുന്ന് നല്ല രീതിയിൽ സ്റ്റോക്ക് താഴത്തോട്ട് വന്നതാണ്. അതിനുശേഷം റേഞ്ചിൽ നിന്ന് ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞു. അതിനുശേഷം മേലോട്ട് പോയി. പക്ഷെ ഇവിടെ നല്ലൊരു സെല്ലിങ് വന്നു. വീണ്ടും ഈ ലോ അടക്കം ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു. അതിനുശേഷം നല്ലൊരു റിക്കവറി കണ്ടു. ഇപ്പോൾ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു എൻട്രി നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിടുക. അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് നോക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ക്യാൻഡിൽ ആണെങ്കിലും പക്ഷേ അവിടെ നിന്നോ ഈ ഒരു ക്യാൻഡിൻ്റെ ഹൈയിൽ നിന്ന് നല്ലൊരു സെല്ലിങ് വന്നിട്ടുണ്ട്. ഇതേ റേഞ്ച് തന്നെ പതുക്കെ കയറുകയാണെന്ന് നമുക്ക് മിക്കവാറും ഈ സ്റ്റോക്കിൽ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഒരു 407 എബോ ഒക്കെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് ടൈമിലേക്ക് ഒരു മിഡ് ടൈമിലേക്കൊക്കെ വേണമെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് അതുപോലെ ടാർഗറ്റും എൻട്രിയും ഒക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാത്ത ആളുകളൊക്കെ അതിലൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റോക്കിലാണ് പേപ്പർ ട്രേഡ് ചെയ്താനൊക്കെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ചോദിക്കാം. നമ്മളതിൻ്റെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് വർക്ക് ആവുന്നുണ്ടോ, ടാർഗറ്റ് എത്തിയിട്ട് റിവേഴ്സലാവുന്നുണ്ടോ, എൻട്രി ഒക്കെ ട്രിഗർ ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ എൻട്രിയും ടാർഗറ്റൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എഡ്യൂക്കേഷനായിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് MOL എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഒരു മെഗാമണി ഓർഗാനിക് ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഒരു 9% മൂവ്മെൻറ്റ് തന്നതാണ്. ഒരു ദിവസം തന്നെ ഒരു 9% മൂവ്മെൻറ്റ് തന്നു. പക്ഷേ അതിന് ശേഷം ഈ ഒരു സ്റ്റോക്ക് ഈ റേഞ്ച് ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നടന്നിട്ടുണ്ട്. ഓൾറെഡി റിസൾട്ട് വന്നൊരു സ്റ്റോക്ക് കൂടിയാണ്. റിസൾട്ട് വന്നിട്ട് സ്റ്റോക്ക് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്കതൊരു പോസിറ്റീവായിട്ടൊരു ഘടകമാണ്. അതുപോലെ തന്നെ ചില സ്റ്റോക്കുകളിലും നെഗറ്റീവ് റിസൾട്ട് വന്നാലും മേലോട്ട് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ അത് റിസൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിന് ശേഷം മാത്രം ഈ സ്റ്റോക്കിൽ നമുക്ക് എൻട്രികൾ നോക്കാതെ. ഒരു 9% മൂവ് ആയതുകൊണ്ട് മിക്കവാറും ചിലപ്പോൾ
ഒരു ഫ്യൂ ഡേയ്സിൽ കൺസോൾട്ടേഷൻ നടക്കും. അതിന് ശേഷമായിരിക്കും ഒരു മൂവ്മെൻറ്റ് തരിക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 1-2-3 ദിവസം മുമ്പാണെങ്കിലും ഈ ഒരു സ്റ്റോക്കിൽ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് തന്നുണ്ട്, ഏകദേശം നല്ലൊരു മൂവ്മെൻറ്റ് തന്നു. അതിനുശേഷം ചെറിയ കൺസോൾട്ടേഷൻ നടന്നു, പിന്നെ ബ്രേക്ക് ഔട്ട് തന്നു. അതിനുശേഷം വീണ്ടും ചിലപ്പോൾ ഒരു പുൾ ബാക്ക് വന്നിട്ട് മേലോട്ട് കയറുമായിരിക്കും എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലും നമുക്കൊരു പുൾ ബാക്ക് വരുമ്പോൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസ്ക് റിവാർഡ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്, എൻട്രി ഒക്കെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അടുത്തൊരു സ്റ്റോക്ക് യൂണിമെക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് ഒരു IPO സ്റ്റോക്കാണ്. 1522 രൂപ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് ഒരു IPO സ്റ്റോക്കാണ്. ഞാൻ പൊതുവെ ഇങ്ങനത്തെ എൻട്രികൾ എടുക്കാറുണ്ട്. ഇങ്ങനെ ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ എൻട്രി എടുക്കാറുണ്ട്. കാരണം അതിൻ്റെ റീസൺ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കണ്ടോ, ഇതൊരു IPO അവിടെ നിന്ന് താഴത്തോട്ട് വന്ന സ്റ്റോക്കാണ്. ശേഷം വീണ്ടും ഈ റേഞ്ചിലോട്ട് വന്നു, റിവേഴ്സലായി, വീണ്ടും സ്റ്റോക്ക് ഉണ്ട് ഇതിലോട്ട് വന്നു, വീണ്ടും താഴത്തോട്ട് പോയി, പിന്നെ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് തന്നുണ്ട്. ഈ റേഞ്ചിൽ നിന്ന് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് തന്ന് ആ റേഞ്ച് നമുക്കൊരു റീടെസ്റ്റ് നടന്നു. ഇവിടുന്ന് മേലോട്ട് പോയി, അതിനുശേഷം ഈ റേഞ്ച് റീടെസ്റ്റ് ചെയ്തു. കറക്റ്റ് ആ ലൈനിൽ റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകുന്നൊരു സ്റ്റോക്കാണ്. നല്ലൊരു പാറ്റേണും കൂടിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ശരിക്കും എൻട്രി ഈ റേഞ്ചാണ്. പക്ഷേ എൻട്രി കിട്ടാത്ത ആളുകൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈ ഉണ്ട്. ഈ റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു പാർട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ആ റേഞ്ചിലോട്ട് വന്നിട്ടൊന്ന് താഴത്തോട്ട് വന്നൊരു സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കും കൂടി ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തില്ല. ഇതിൻ്റെ ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് ഒക്കെ നമുക്ക് ഒന്ന് നോക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ എൻട്രി കൂടുതലായിട്ട് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഒന്ന് ചെറുതായിട്ടൊരു സെല്ലിങ് വന്നു. അതിന് ശേഷം കുറച്ച് ദിവസം ഒരു കൺസോൾട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് എൻട്രി ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഓൾ ടൈം ഇതിൻ്റെ ഹൈ ബ്രേക്ക് ഔട്ടാണ്. കൂടാതെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ട്, പൊതുവേ നമ്മൾ സ്റ്റോക്കുകളിലൊക്കെ ആണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോഴായിരിക്കും ആ ഒരു സ്റ്റോക്ക് നല്ലൊരു പവർ ആയിട്ട് ഒരു മൂവ്മെൻറ്റ് കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൺസോൾട്ടേഷൻ നടക്കണം. അതിൽ ഷോർട്ട് ടൈം ടാർഗറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 5%, 6% ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറഞ്ഞ എൻട്രി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അതൊക്കെ പെട്ടെന്ന് 1-2 ആഴ്ചകളിൽ തന്നെ അച്ചീവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റോക്കുകളൊക്കെ അവിടെ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്ന സ്റ്റോക്കുകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഡൗട്ടുകളോ എൻട്രി അറിയാത്തവരോ ടാർഗറ്റ് അറിയാത്തവരോ സ്റ്റോപ്പ് ലോസ് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ വീഡിയോ ചെയ്യില്ല, ചൊവ്വാഴ്ച നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്